ഹലോ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഒരു ആമസോൺ ഹോൾ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ കാണും. എനിക്ക് പറ്റിയ ഒരു 8ന്റെ പണിയും കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ. അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് വൈബിലാട്ടോ വന്നേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ അതെന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്തിലും തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് ഒരു ദിവസം തന്നെ അല്ല എല്ലാ പ്രൊഡക്ട്സും വന്നത്, പല പല ദിവസങ്ങളിലാണ് വന്നത്. അപ്പം ചിലത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നത് ഫിലിപ്സിന്റെ ഈ ഒരു ജ്യൂസറാട്ടെ. ഇത് ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കി. ഇത് ജസ്റ്റ് ബോക്സ് മാത്രമേ ഉള്ളൂ, കാര്യം എനിക്ക് ഇങ്ങനെ തുറക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ബോക്സ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ജ്യൂസർ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റി. അതേപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് ഒക്കെ അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റി. അപ്പം എനിക്ക് ഫിലിപ്സിന്റെ ഈ ഒരു ജ്യൂസർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. എനിവേ ഇത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്ത് നോക്കിയിട്ടോ. ഓറൽ പ്രോയുടെ സീരീസ് 3 ആണിത്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി ഇതിനെക്കുറിച്ച് വലിയ റിസർച്ച് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ഓരോ പ്രൊഡക്ട്സും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ അപ്പം തന്നെ പർച്ചേസ് ചെയ്യും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നി. ഇതിന് പല ലൈക്ക് സോഫ്റ്റ് അങ്ങനെ പല രീതിയിൽ ഇത് ചെയ്യാമെന്നാൽ പോലും എനിക്ക് തോന്നി ഇനാമലിന് വല്ല കംപ്ലൈൻ്റ് ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത്ര കംഫോർട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഇത് കുറച്ച് യൂസ് ചെയ്ത് കംഫോർട്ട് തോന്നും, എന്നാലും എനിക്കൊരിത് ഇനാബലിൽ കേട് വരുമോ പല്ലിന് പ്രശ്നം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി അത് യൂസ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതത്ര പിടിച്ചില്ല. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉണ്ട്, ഈ ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറയണത്. എൻ്റെ അഭിപ്രായം ഉണ്ടോ പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇത് പിന്നെ ജസ്റ്റ് ഒരു ക്ലെൻസർ, സർഫേസ് ക്ലെൻസർ വാങ്ങിച്ചതാണ്. ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഡൽബാന്നാന്ന് തോന്നുന്നുണ്ട് പ്രൊനൗൺസിയേഷൻ, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇതിൻ്റെ സ്പ്രേ സെറോണ്. ഇത് ഞാനൊരു റീലിൽ കണ്ടത്, ഇൻസ്റ്റാഗ്രാം റീലാന്ന് തോന്നുന്നത്. നല്ല ഗ്ലോയി ആയിട്ടിരിക്കണം. എനിക്ക് ഗ്ലോയി മേക്കപ്പിനോടാണ്, മാറ്റ് ഫിനിഷിനെക്കാട്ടും അങ്ങനത്തെ മേക്കപ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ പിന്നെ വരാം. ബിക്കോസ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് പറയാം കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണത് എല്ലാം ലൈക്ക് റിവ്യൂസ് നോക്കിയിട്ടാണ്, അല്ലാതെ കൂടുതൽ റിസർച്ച് കാര്യമൊന്നും നോക്കില്ല. റിവ്യൂസ് നോക്കും എന്നിട്ട് ഞാൻ എടുക്കും. അപ്പം ഞാൻ വാങ്ങിക്കുന്ന മിക്ക പ്രോഡക്റ്റ്സ് നല്ല റിവ്യൂസ് ഉള്ളതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും അങ്ങനെ. അടുത്തത് ഞാൻ ഭയങ്കര ഓറൽ ഹൈജീന് വേണ്ടി കുറേ ഓറൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ച് വെച്ചേക്കണാണ്. അടുത്തത് ഓറൽ ഫ്ലോസ് ആണ്, സോറി ഇലക്ട്രിക് ഫ്ലോസ് ആട്ടെ. ഇത് ഇലക്ട്രിക് ഫ്ലോസ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം എനിക്കിഷ്ടം ഇല്ലയോ എന്ന്. മറ്റേത് മാത്രമേ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് എന്തിൻ്റെ ഹാൻഡ്സ് ആണ് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, എനിവേ യൂസ് ചെയ്തിട്ട് പറയാം. ബാക്കി ഇത് അടുത്തത് ഇത് ഗ്രീൻ്റെ ഒരു ചാർജറാട്ടോ. ഇത് ഭയങ്കര ഫാസ്റ്റ് ചാർജറാണ് എന്നൊക്കെയാണ് നമ്മൾ റിവ്യൂവിൽ കണ്ടത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. സോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നും പറ്റില്ല. അത് യൂസ് ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇതിൽ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ റിവ്യൂവും കാര്യങ്ങളും. അപ്പം ഇത് നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ വാങ്ങിച്ചതാണ് ഗ്രീൻ്റെ. റിവ്യൂസ് നല്ലതാട്ടോ. പിന്നെ അടുത്തത് ഏതാ, പിന്നെ ഇത് എനിക്കല്ല, ഇത് മെൻസിൻ്റെ ലോറിയൽ മെൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് ബാലു ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു തരുമെന്ന് ആദ്യമായിട്ട്. എൻ്റെ ഫേസ് വാഷൊക്കെയാണ് ബാലു യൂസ് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സെറാവയുടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓക്കെ ഞാനിത് ആമസോൺ പർച്ചേസ് ചെയ്യാൻ ഈ ഒരു ബ്രാൻഡ് ലോറിയലിൻ്റെ പ്യുർ കാർബൺ എന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്കല്ല കേട്ടോ, ഹസ്ബൻഡിനാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാട്ടോ. ഓക്കെ, പിന്നെ അതിനൊരു നാപ്പി എപ്പോഴും വാങ്ങിക്കണ പോലെ ഇത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ 3 months 6 months അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു നാപ്പീസ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെയും കൂടി ഉണ്ട്, അയ്യോ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇത് ഒരു ഡിഫ്യൂസർ ആട്ടോ. നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇത് ഒന്ന് തട്ടിപ്പോയി. കാര്യം ഞങ്ങൾ വീട് മാറിയപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും തട്ടിപ്പോയി. അപ്പം സ്മെല്ലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നത് ഇത് £60 ഉണ്ട്.
അതിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ എല്ലാവരോടും ഇത് വാങ്ങിക്കാൻ. സ്മെല്ലൊക്കെ ഉണ്ട്, അതായത് ഇത്രയും എമൗണ്ടിനൊന്നും നമ്മളിങ്ങനെ വാങ്ങിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി പർച്ചേസ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ മേ ബി ഞങ്ങൾ പർച്ചേസ് ചെയ്യാം, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഒരിക്കലും. ഇത്രയും പ്രൈസിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് തീരുകയും ചെയ്ത് ഇതേപോലെ കൈ എങ്ങനെ തട്ടിയാൽ നമ്മുടെ അതും ഒഴുകിപ്പോയി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ല, അത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ കുറേ സംഭവങ്ങൾ ആമസോൺ ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്ന് വാങ്ങിച്ചായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേക്ക് വാങ്ങിച്ച് ഈ പ്രോ ഇതൊക്കെ ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്ന് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇത് ബുക്ക് ചെയ്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ഷോപ്പ് ചെയ്തിരുന്നു ഓൺലൈൻ. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഡെലിവർ ആയി എന്ന് പറഞ്ഞ് കാണിച്ച് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു ഇതേപോലെ. അപ്പോൾ അവർ 3 days ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 days ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് വന്നില്ല. അപ്പോൾ ഞങ്ങൾ അഴിച്ചപ്പോഴേക്കും അവർ റീഫണ്ട് തന്നു നമുക്ക്. ഇതേപോലെ ഐറ്റംസ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുമോയെന്നാണ് ചോദിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഓഫറിൽ ബ്ലാക്ക് ഫ്രൈഡേ ഇവിടെ നല്ലോണം ഓഫറിലായിരുന്നു. ഈ 3 ഐറ്റംസ് ആണെന്ന് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിച്ചത്. പക്ഷേ ഞങ്ങൾക്കിത് 3 ഐറ്റംസും വീണ്ടും ഇതിൻ്റെ ഒറിജിനൽ റേറ്റിന് തന്നെ വാങ്ങിക്കേണ്ട അവസ്ഥയിൽ വന്നു. ബിക്കോസ് ഞങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു അബദ്ധം പറ്റി. അത് അവരുടെ എവറിക്കാരുടെ ആണോ ആമസോൺകാരുടെ ആണോ എന്ന് എനിക്കറിയില്ല. നോർമലി എവറി ഡെലിവറി ചെയ്യുമ്പോൾ അവരെനിക്ക് ഫോട്ടോസ് അയച്ചു തരും. പക്ഷേ ഇവർ ഫോട്ടോസ് ഒന്നും അയച്ചു തരുന്നില്ല. പക്ഷേ എനിക്ക് റീഫണ്ട് കിട്ടിയിട്ട് എമൗണ്ട് കിട്ടി. പക്ഷെ നമുക്ക് എമൗണ്ട് അല്ല, നമ്മൾ ആ ഒരു പ്രൈസിൽ അത്രയും ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അബദ്ധം എനിക്ക് കിട്ടി. ബട്ട് എമൗണ്ട് ഫുൾ അവർ അപ്പം തന്നെ വിത്തിൻ 5 or 6 days എനിക്ക് കിട്ടിയിട്ടോ, തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ. പക്ഷെ ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഫുൾ എമൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ്, ഓഫറിൽ പർച്ചേസ് ചെയ്തതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആമസോണിൽ ഏറ്റവും നല്ലോണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷം. പിന്നെ അവിടെ കിടന്ന് ബ്ലാ സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് അവനാണ് ചിരി വന്നിട്ട് അവിടെ ഇവിടെ ഇരിക്കണ. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടല്ല, എനിക്ക് ചിരി വന്ന്. അപ്പൊ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടണില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? It's not yours. No, it's not yours. That's mine. അപ്പൊ ബായ് പറയണില്ലേ? അങ്ങനെയാണോ ബായ് പറയണ? സാപ്പ് ഭയങ്കര സ്റ്റൈലൊക്കെ കഴിഞ്ഞ വ്ളോഗില് ബായ് പറഞ്ഞല്ലോ. അത് ബായ് പറഞ്ഞേ. ഇങ്ങോട്ട് വാ. ബായ് പറഞ്ഞേ സാപ്പു. അപ്പൊ എന്താ ബായ് പറഞ്ഞേ? അത്രയുള്ളോ? സോ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് നാളെ അല്ല, ഞാൻ ലോങ് വീഡിയോസ് വീക്ക്ലി ട്വൈസ് ഇടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വൺസ്. മിക്കപ്പോഴും ഞാൻ ഇടുന്നത് വെനസ്ഡേ സാറ്റർഡേ ആയിരിക്കും. പിന്നെ ഷോർട്സ് ഞാൻ ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയുള്ളൂ. അപ്പോൾ നാളെ കാണാം ഷോർട്സ് ആയിട്ട്. ബൈ.